നല്ലൊരു മഴയായിരുന്നു ഉണ്ട് മക്കളെ. ഏതാ അങ്ങോട്ടേക്കെല്ലാം കാർമയൊക്കെ കാണാം. അത്യാവശ്യം കാറ്റുണ്ട്, ചെറിയ രീതിയിൽ പാർന്നുണ്ട്. ഓക്കെ, ഇത് അങ്ങോട്ട് ബാക്കത്തെ സൈഡിലെല്ലാം അത്യാവശ്യം കാറ്റും ഇതെല്ലാം ഉണ്ട്. പൊട്ടുമോയെന്ന് അറിയത്തില്ല, എല്ലാം ചെറിയ നാരിലാണ് നിൽക്കുന്നത്. ട്രിപ്പിൻ്റെ വ്ളോഗ് ടോട്ടൽ 140 വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടി 6 GB. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എത്ര ലെങ്ത് ഉണ്ട് പറഞ്ഞാൽ 50 മിനിറ്റ് ഉണ്ട്. ഇതിനെക്കാട്ടി വലിയ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തതിന്. അപ്പോൾ 50 മിനിറ്റിന് ഇനി ഞാൻ കുറച്ചിട്ടൊരു 30 മിനിറ്റാക്കി മാറ്റും. എന്നുവെച്ചാൽ അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിനുണ്ടെങ്കിലും ഞാൻ അധികം കട്ട് ചെയ്ത് കളയൊന്നുമില്ല സീൻസ്. ഇപ്പോൾ ഇതാ 1 മണി എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അത്ര. എങ്കിലും രാത്രി ഫുള്ള് ഇരുന്ന് എഡിറ്റ് ചെയ്യില്ല, എങ്കിൽ പകുതിയെ പറ്റുന്ന അത്ര എഡിറ്റ് ചെയ്തിട്ട് ബാക്കി നാളെ രാവിലെ എഡിറ്റ് ചെയ്യും. നാളെ വൈകുന്നേരം 5 മണിക്ക് എന്തായാലും ഇടും. ഓക്കെ, ഇപ്പോൾ സമയം 11 മണിയാണ് രാവിലെ. ഇന്നലെ രാത്രി 3 മണിക്ക് കിടന്ന് അത്ര വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഉറക്കം വന്നിട്ട് കടന്ന് ഇനിയിപ്പോൾ ഇതാ രാവിലെ എണീച്ച് ചായ കുടിക്കണം. പണി ഇനിയും കഴിഞ്ഞില്ല. പണി വെറും 20% എഡിറ്റിങ് കയറുന്നല്ലോ, ഇനി 80% എഡിറ്റിങ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി. ഇതാ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എത്ര മണിക്കാണ് തീരുവോ അറിയില്ല. എനിക്ക് 5 മണിക്ക് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായ, ബട്ട് ഇനിയിപ്പോൾ 7 മണിയാകുമ്പോഴേക്കും പരമാവധി വേഗം എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ നോക്കാം. ഓക്കെ, ഇത് വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ആക്കി ഇപ്പോൾ സമയം 8:30. ഞാൻ വേഗം സേവ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കിയിട്ട് ഒരു 9 മണിക്കുള്ളിലെങ്കിൽ നമുക്ക് അപ്ലോഡ് ആക്കണം. ഓക്കെ, അപ്ലോഡായി പണിയെല്ലാം കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഷെയർ ആക്കി നമുക്ക് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഓക്കെ, സോ ഗൈസ്, ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ 14 എന്ന് വെച്ചാൽ നമ്മൾ 2 ആഴ്ചയായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വെച്ചാൽ ചെറിയൊരു ബ്രേക്ക് വന്നിന്, എന്നാലും നമ്മൾ 2 ആഴ്ചത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. സോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ 10 മണിക്ക് എണീച്ച്, എന്നിട്ട് എണീച്ചാട് ഞാൻ ഒന്ന് കുളി പാസ്സാക്കിയതാണ്. ഫുൾ കുളിച്ച് ഡ്രസ്സും മാറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്തെല്ലാം ചെയ്യും, എന്തൊക്കെയാണ് ഇല്ലേ ഒന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ അത് ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. ഇന്നലെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇൻട്രോ എടുത്തതിന് ശേഷം ഇന്നലെ ഫുള്ള് ബിസി ആയിരുന്നു. അച്ചാച്ചനും അമ്മയമ്മയെല്ലാം വീട്ടിൽ വന്നു, അങ്ങനെ പല കാര്യങ്ങളും നടന്നു. ഞാൻ മടിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ ഇന്ന് അടുത്ത ദിവസം ഉച്ചയായിട്ടില്ലേ. ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല. എന്ന് വെച്ചാൽ ട്രിപ്പിന് പോയിട്ട് പിറ്റേ ദിവസം ഞാൻ അതായത് വെച്ചാൽ ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഡിറ്റിംഗ് ആയിരുന്നു. അതിന് പിറ്റേ ദിവസം ഇന്നലെ ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. സോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ വ്ളോഗ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ 2 മണിയായി. ഓക്കെ, ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമെങ്കിലും കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം. പിന്നെ വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകാം. കൂടി താഴേക്ക് എടുക്കുക. നമുക്ക് ജഗ്ഗിൽ വെള്ളം നിറയ്ക്കണം. പിന്നെ ഫോൺ ചാർജും ചെയ്യണം. ചോറായ മുട്ട ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ കറി? എന്താ അച്ചാറാ? പിന്നെ കറി പരിപ്പ് കറിയും. അപ്പോൾ ഇന്നലെ ചെയ്ത വേറെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതാണ്. ഞാൻ ഫിഷ് ടാങ്കിൽ അന്ന് അവിടുന്ന് കൊണ്ടുവന്ന കല്ലെല്ലാം പൂയെല്ലാം എടുത്ത് കളഞ്ഞ് എൻ്റെ പുതിയ പൂയി ചെറുങ്ങനെ തായിലിട്ടിട്ട് ഇതാ ഫിഷ് ടാങ്ക് ഇപ്പോൾ ഇങ്ങനെയല്ലേ പുതിയ ലുക്ക്. കുറച്ച് ചെടിയെല്ലാം മാറ്റി ഇപ്പോൾ ഈ ഒരു തരത്തിലായില്ലേ. അപ്പോൾ മീനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം. വെള്ളമെല്ലാം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഓക്കെ, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി TV വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കട്ടെ വേഗം. ചോറ്, പിന്നെ പരിപ്പ് കറി, പിന്നെ ഇതുകൊണ്ട്, പിന്നെ കുറച്ച് നമ്മളെ ഹോം മെയ്ഡ് അച്ചാറുണ്ട്, കപ്പക്ക അച്ചാർ. സോ പിന്നെ മുട്ടി. ഓക്കെ, ഇവിടെ TV യൂട്യൂബ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ തുടങ്ങട്ടെ. കുറച്ച് മോരും കൂടി വേണം. ഇത് BBC-ൻ്റെ ആനിമൽ വീഡിയോ ആണ്. സോ ഇതിൽ ഡേവിഡ് ആറ്റംബർഗിൻ്റെ വോയിസ് ഓവറില്ല. Others aren't quite ready yet. സമയം കാണുമ്പോഴേക്ക് തന്നെ കറണ്ട് പോയി. കറണ്ട് പോയിട്ട് വരെ കഴിക്കാൻ പറ്റുമോ? കറണ്ട് വരികയും ചെയ്ത് ഇത്രയും വേഗം. ആകെ ഒരു 5-10 സെക്കൻഡിലൊക്കെ കറണ്ട് പോയത്. അപ്പം വീണ്ടും തിരിച്ചു വന്ന് TV ഓൺ ആവുന്നുണ്ടോ? ഓക്കെ, ഇതെല്ലാം ഞാൻ കഴിച്ചു. ഇതാ TV കണ്ടുകൊടുക്കുന്നുണ്ടായി. ഫുഡ് കഴിച്ചതിന് ഇതാ പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മഴയായിരുന്നു
ഉണ്ട് മക്കളെ. ഏതാ അങ്ങോട്ടേക്കെല്ലാം കാർമയൊക്കെ കാണാം. അത്യാവശ്യം കാറ്റുണ്ട്, ചെറിയ രീതിയിൽ പാർന്നുണ്ട്. ഓക്കെ, ഡ്രസ്സ് വേഗം ഉള്ളിലെടുത്തൊക്കെ ഇട്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഓക്കെ, ഇതങ്ങോട്ട് ബാക്കത്തെ സൈഡിലെല്ലാം അത്യാവശ്യം കാറ്റും ഇതെല്ലാം ഉണ്ട്. ഈ ഒരു കാറ്റും മഴയും വരുന്നുണ്ട്. ഓക്കെ, എന്താ ഇവിടെ പൊട്ടിയോ ഒലിച്ചെടുത്തെല്ലാം വീണ്ടും ഇന്നലെ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. ഇത് പൊട്ടുമോയെന്ന് അറിയത്തില്ല. എല്ലാം ചെറിയ നാരലാണ് നിൽക്കുന്നത്. കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മൊബൈൽ കുറച്ചും കൂടി ഒന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയാൽ എൻ്റെ ആകെ 20-23% ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് ഇത്രയും സമയത്ത് കറണ്ട് പോയിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ കുറച്ച് സമയം ചാർജ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഇത്രയും സമയത്ത് താലിരുന്ന് യൂട്യൂബ് കാണുകയാണ്. യൂട്യൂബിൽ ഈ ഒരു ചങ്ങായി ഈ ഒരു വലിയൊരു മരത്തിന് മേലെ കയറിയിട്ട് അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ മരത്തിൻ്റെ മേലെ കയറണം എന്ന് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം. എന്നുവെച്ചാൽ ഈ ഒരു മരം നോക്കിതാ, ഇതേപോലെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുക, മരത്തിന് മേലെല്ലാം കയറി വ്ളോഗും കാര്യമെല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്യൂച്ചറിലുള്ള വലിയ വലിയ ഡ്രീംസാണ്, കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് കുറേ ഡ്രീംസും കാര്യങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണം കാര്യം. ഫ്യൂച്ചറിൽ ചെയ്യണം നമുക്ക് ഇപ്പോഴേ നല്ലോണം മെനക്കെടണം, എന്നാലേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രീംസ് മാത്രം പോരല്ലോ, അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം. ഓക്കെ, അതിലിതാ ഇങ്ങനെ മരത്തിന് മേലെ കയറിയിട്ട് ഇതാ ഒരു കാണുന്ന വലിയ മരം കാട്ടിന് അടുക്കില്ലേ. ഇതേപോലെ എനക്കും ഭാവിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗോപ്രോയിലുണ്ട് കിടിലം പോലെ ഷൂട്ട് ചെയ്യുക, 360 ക്യാമറ, ഡ്രോണ്, കാര്യങ്ങൾ. ഇതേപോലെ വലിയ മരത്തിന് മേലെ ഇതേപോലെ കയറിയിട്ടാണ് അവൻ അവിടെ ടെൻ്റ് ചെയ്ത്. ഭാവിയിൽ ആഗ്രഹമാണ്, നമുക്കപ്പം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഞാൻ കുറച്ച് സമയം TV കണ്ടിട്ട് മേലെ പോയി പഠിക്കും. ഓക്കെ, സോ ഗൈസ് ഇവിടെ കുറച്ച് സമയം കടന്നുപോയി. കടന്നെന്ന് വെച്ചാൽ ആകെ 15 മിനിറ്റ് കടന്നല്ലോ TV ഓഫ് ആക്കിയിട്ട്. ഞാൻ ചായ കുടിക്കേണ്ട ഏകദേശം സമയം, കാരണം സമയം ഇപ്പം 4:30. അമ്മേനോട് ചായ വെക്കാൻ പറഞ്ഞിട്ട് അമ്മ മാരി ചെയ്യില്ലേ. ഓക്കെ, എന്നിട്ട് മേലെ പോയി ഇരുന്ന് പഠിക്കാനിരിക്കട്ടെ. പുറത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പുറത്തിപ്പോൾ മഴയിലും പെയ്തൊന്നും നിന്നിട്ടില്ലേ. നല്ല കോസി വെതർ എന്ന് വെച്ചാൽ നല്ല ചെറിയ മഴ. അതായത് ഈ ടൈമിൽ ഇരുന്ന് പഠിക്കലെന്ന് പറഞ്ഞാൽ കിടിലം വൈബായിരിക്കും. അപ്പം ഞാൻ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഓക്കെ, റൂമിലേക്ക് എത്തിയപ്പോൾ സമയം 4:30 ഇതവിടെ ഇവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. സമയം ഇവിടെ 4:30. പുറത്തെ ജനലെല്ലാം നമുക്ക് തുറന്നിടാം. അത്യാവശ്യം നല്ല വെതറാണ്. ഇതാ അവിടെയെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഏതാ വൈബ് കാണാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്, എന്താ രസം. പണ്ടിപ്പോൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നത്. എന്തായാലും ഇത് മഴ സീസണിൽ കഴിയുന്ന ടൈം ഇവിടെ നിറച്ചും പുല്ലായിരിക്കും. പിന്നെ ഫുട്ബോൾ കളിക്കാൻ വൈബാണ്. എനിക്ക് ഇന്ന് വൈകുന്നേരം മാട്ടൂൽ ബീച്ചിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ മഴ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം കോട്ട് ഇട്ടിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് അവിടെയും മഴയാണെന്ന് എന്താണെന്ന് അവസ്ഥ അറിയില്ല. അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല. പറ്റുമ്പോൾ നാളെ പോകാൻ നോക്കാം. ഓക്കെ, സോ ഗൈസ് ഞാൻ കുറേ സമയം സ്ക്രൂ ഡ്രൈവർ കപ്പുന്നു. കാരണം ഇന്ത്യയിൽ ഈ സ്ക്രൂ വെച്ചാൽ വളരെ ചെറുതാണ്. ഞാൻ പണ്ട് ഊരിയതാണ്, പക്ഷേ ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ കപ്പിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ ഇനി ഒറ്റൊരു വയ്യല്ലോ ഇത് പുറത്തേക്ക് ഒളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുത്തി തുറക്കുക. പഠിക്കാനിരിക്കുമ്പോഴാണ് ഗൈസ് എനിക്ക് എപ്പോൾ ഇങ്ങനത്തെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക. ഒളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി പോയതായിരുന്നില്ല, കുറച്ച് കീസൊക്കെ പോയതായിരുന്നു ഇതിൻ്റെ. പിന്നെ ഞാൻ ഇത് ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു RGB ലൈറ്റ് കൊടുത്തിന്. അപ്പോൾ അതിന് പവർ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കേബിൾ കൊടുത്തിന്. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് യൂസ്ലെസ് ആയി മാറി. ഇനിയിപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഈ ഒരു പണി ഇതാ ഇവിടെ പകുതിക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരട്ടെ. ചായ ആയിട്ടുണ്ട് 5:10. ഓക്കെ, ഞാൻ ചായ ഒരു കടല മുട്ടായുണ്ട്. ചായ റെഡി. ഇനി ഈ ഒരു ടൈം എന്താ ഇവിടെ പണിയെടുത്തുകൊണ്ട് ചായ കുടിക്കാൻ വേറെ തന്നെ ഫീൽ ആയിരിക്കും. സോ ഈ ഒരു ടൈമിൽ ഞാൻ വ്ളോഗാക്കി വെക്കുന്നത് എന്തിനാ വെച്ചാൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പം എന്തായാലും എനിക്ക് നൊസ്റ്റ് അടിക്കും ഗൈസ്. കാരണം പണ്ടിയുടെ ഫുൾ കാടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യൂ ആയാൽ പോലും ഈ വൈകുന്നേരം ഇതാ നല്ല ചൂട് ചായ കുടിക്കുന്ന ആയാലും എല്ലാം ഞാൻ മിസ് ചെയ്യും. എല്ലാം ഒരു നൊസ്റ്റാളജിയായി മാറും ഭാവിയിലേക്ക്. സോ
എന്തായാലും ഇപ്പം ഈ ഒരു പണി എടുത്തിട്ട് വേഗം പഠിക്കായിരിക്കും കേട്ടോ. പഠിക്കാനാണ് ഞാൻ മെലോഡിയൊക്കെ വന്നത്. പഠിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സകല പരിപാടി എൻ്റെ മൈൻഡിലേക്ക് വരിക. സോ ഇനി ഇത് വേഗം തീർത്തിട്ട് പഠിക്കായിരിക്കും കേട്ടോ. ഓക്കെ, ചായയും കുടിക്കാം. ഫൈനലി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറം ഇങ്ങനെയാണ് പേര്. വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒട്ടിച്ചൊക്കെ ഒന്നും ചെയ്യും, കാരണം ഇതിനെക്കൊണ്ടൊന്നും വലിയ കാര്യമില്ല. വെറുതെ പ്രാന്ത്, അല്ലാണ്ട് എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന ടൈം കീബോർഡിലും തച്ചോട്ടിച്ച് ഇനി ഇതിലും എവിടെയെങ്കിലും സഞ്ചിയിലാക്കിയിട്ട് വെക്കണം. എന്നാലേ വരുന്ന ടൈം പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് ആയിരിക്കും കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എവിടെയോ വെക്കുകയെന്ന് ആലോചിക്കുന്നത്. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ലൈറ്റിട്ട് കാണിച്ചത് കേട്ടോ. ഇവിടെ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഇങ്ങനെ ടൈപ്പ് എല്ലാം ചെയ്യാൻ പറ്റും. വെറുതെ ഒരു പ്രാന്ത്, അതിന് വേണ്ടി ആക്കിയതാണ്. ഒരു കല അവിടെയുണ്ട്. ഓക്കെ, 6 മണിയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം വ്ളോഗ് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് വേഗം എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഇട്ട ഇന്നത്തെ പണി. അപ്പം ഇന്നലെ ഇന്നും ഗ്യാപ്പ് വരില്ല, ഇന്നലത്തെ മാത്രമേ ഗ്യാപ്പ് വരുള്ളൂ. അങ്ങനെ ഇട്ടല്ലോ ഒന്ന് ആലോചിക്കുന്നു. അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പം വരാം. ഓക്കെ, അരമണിക്കൂർ ചിന്തിച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ വ്ളോഗ് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് 7 മണിയിൽ ഒരു 7:30 8 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ ഇന്നത്തെ പണി കഴിഞ്ഞ് അതിനുശേഷം കുത്തിരുന്ന് പഠിക്കുക. ഇല്ലാണ്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്നു പറഞ്ഞാലും വലിയ പഠിത്തം നടക്കില്ല. വീഡിയോ വിചാരിച്ചാൽ എൻ്റെ മൈൻഡിൽ പഠിത്തം നടക്കില്ല. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പഠിക്കില്ല, കാരണം അത് എൻ്റെ മൈൻഡിലുണ്ടാവും. എന്നിട്ട് ഞാൻ പഠിക്കില്ല. അങ്ങനെ എന്തെല്ലാം ചോറയാണ്. 14ാമത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി 15ാമത്തെ വ്ളോഗ് എപ്പാണ് വരിക, എന്താണ് ഷൂട്ടിങ് ചെയ്യുക, എന്താണ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഇനി ഇതിൽ വേറെയും കുറേ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ട്. വ്ളോഗെല്ലാം നല്ല സിനിമാറ്റിക് പോലെ ഷൂട്ട് ചെയ്തെടുക്കണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ആങ്കറിങ് അല്ലാണ്ട് സിനിമ പോലെ നല്ല കിടിലം പോലെ വേറെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ്സ് എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷേ എല്ലാം വിചാരിക്കുന്ന പോലെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അധികം വിചാരിക്കുന്നില്ല. എന്തൊക്കെ വരുന്നത് വെച്ചാൽ വരുന്ന ടൈം നമുക്ക് വീഡിയോ എടുത്ത് ഇടാം. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നാളെ കാണാം. നാളെ ഇനിയിട്ടില്ലെങ്കിൽ മറ്റന്നാൾ കാണാം. എപ്പായാലും കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, അങ്ങനെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് ഒന്നും കൂടി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന പിറ്റേ ദിവസം. സോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, സോ ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഡെയിലി വ്ളോഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഷോർട്സ് ആയിട്ട് 1 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഫുൾ വീഡിയോ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും കണ്ടന്റോ ഇല്ലെങ്കിൽ ട്രിപ്പ് പോകുന്ന പുറത്തെവിടെയും പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം പഠിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നതാണെങ്കിൽ അത് ഞാൻ 1 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാകുമ്പോൾ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അല്ലാത്ത പക്ഷേ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ ആ സമയം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പരമാവധി ഇടൂല. എന്ന് വെച്ച് ഇടാണ്ടിരിക്കൂല, എപ്പോൾ ഉണ്ടാവും. ഇനി മുതൽ വീഡിയോസ് പറ്റുന്ന ടൈമിലും ഉണ്ടാവും. ഓക്കെ, അതും കൂടി പറയണമെന്ന് തോന്നി. ഇനി മുതൽ ഷോർട്സ് ഒരാഴ്ച ഷോർട്സിൽ ഇട്ട് നോക്കട്ടെ. എനിക്ക് അങ്ങനെ വ്യൂസ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. വീഡിയോ ഇടാണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് ഞാൻ ഷോർട്സിലിടും, ഇല്ലെങ്കിൽ അന്നൊന്നും കണ്ടന്റ് ഇല്ല എന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ഞാൻ പഠിക്കുമെന്ന് പറയുന്നത് ബിസി ആയിരിക്കും. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഇടും. ഓക്കെ, അപ്പോൾ ഷോർട്സിലിടുന്ന വീഡിയോസ് പറഞ്ഞാൽ വേറെ തന്നെ ഡെയിലി വ്ളോഗ് ആയിരിക്കും. ഷോർട്സിലിടുന്ന ഡെയിലി വ്ളോഗ് സീരീസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ 14ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി 15ാമത്തെ എപ്പിസോഡ് അടുത്തപ്പാന്ന് കണ്ടന്റ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ട്രിപ്പ് എന്ന് വെച്ചാൽ അന്നേരം ഫുൾ വീഡിയോ ആയിട്ടിടും. ഷോർട്സിൽ വേറെ തന്നെ കണ്ടന്റ് ആണ്. അപ്പോൾ അതും കൂടി പറയണമെന്ന് വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.